സന്തോഷം തോന്നി. പിന്നെ നമ്മളെ സുഹൃത്തുക്കളെ ഒരുമിച്ചിരുണ്ടാകുമ്പോഴുള്ളൊരു കൂട്ടായ്മ ഇത്. അതുകൊണ്ട് ചന്ദ്രാട്ടലുണ്ടാകുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ്. നാടിൻ്റെ ഒരു ആഘോഷം, എല്ലാവരും ചേരുന്നത്. അതന്നെ ആഘോഷം, സ്നേഹവും സൗഹൃദവും പങ്കിടും. അതെ അതെ അതെ. എവിടെ തുറന്നാലും നിങ്ങളെ ഉള്ളൂ. ചേട്ടനാണെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു 6 months മുന്നേ നടന്നൊരു വെഡിങ് ആണ്. അതിൻ്റെ ഒരു ഫങ്ഷൻ നടക്കുന്ന ഒരു ഡാൻസൊക്കെയാണ് അത്. ആക്ച്വലി ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ അത് അറൗണ്ട് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഫയൽ കൊടുത്തതാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ എന്തോ അപ്ലോഡ് കൊടുക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒരു ഫയൽ കണ്ടു. ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അവന് എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്കാണ്, LGM വെഡിങ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഞങ്ങൾ പണ്ടേ മുതൽ ഒരു 6 years ആയിട്ട് ഒപ്പരം വർക്ക് ചെയ്യുന്നതാണ്. അവൻ്റെ വർക്കും എൻ്റെ വർക്കൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അത് കണ്ടു ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഏതായാലും നമുക്കൊരു 45 seconds, കാരണം ഓൾറെഡി ഫയൽ കൊടുത്തതാണ്, അപ്പോൾ അതിൻ്റെ മുകളിൽ റീവർക്ക് ചെയ്യേണ്ട എന്ന ഇതിൽ പറഞ്ഞു ഒരു 45 seconds നമുക്ക് ചെയ്യാം, എന്നിട്ട് അത് നീൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ റിസൾട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേജിലും കൂടി അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാണ് സാധനം അപ്ലോഡ് ആയത്. അതിൽ ഏതാ കഥാപാത്രം? അതില് ഡാൻസ് തന്നെ. ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടോ നിങ്ങൾ അറിഞ്ഞായിരുന്നു? ഇല്ലില്ല, അതല്ല എന്റെ വിഷയം, അതറിയില്ല. കാരണം ആ സന്തോഷത്തിൽ അങ്ങ് ആഹ്ലാദിച്ചു. നമ്മൾ ഇവരെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടി ഉണ്ട്. ഇവർ വന്നാൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവരുടെ കാര്യം വിട്ട് നമ്മളെ കാര്യം പൂർണ്ണമായിട്ട് ചെയ്ത്. അപ്പോൾ നമ്മളെ കാര്യം ചെയ്യുന്നത് വീഡിയോക്കാരൻ അവരെ ജോലി ചെയ്യുന്നു. നമ്മൾ പരസ്പരം ആരും അറിയില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഇത്രയും വിജയം. നമ്മുടെ ഈ ആളുകളുടെ ഒരു സ്നേഹം പങ്കുവയ്ക്കുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു, അതാണ് പ്രകടമായത്. അത് വളരെ സ്വാഭാവികമായിട്ട് വരുമ്പോൾ എല്ലാവരും ആ വീഡിയോ വീണ്ടും വീണ്ടും കാണുകയാണ്. അത് വീണ്ടും കണ്ടുകൊണ്ടിരിക്കണം. ഫ്രണ്ട്സിൻ്റെ ഇപ്പോൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് വിളിച്ച് രാവിലെ മുതലേ സത്യം പറഞ്ഞാൽ ഫുൾ കോളും. ഇന്ന് പണിയെടുക്കാൻ പണിയെടുക്കാൻ വരെ കഴിഞ്ഞില്ല. ജനുവരിയിൽ നടന്ന കല്യാണമാണല്ലേ? ജനുവരിയിൽ നടന്ന കല്യാണം അല്ല, ഡിസംബറിൽ നടന്ന കല്യാണം. ഡിസംബർ 13 അങ്ങനെ നടന്ന കല്യാണം. നമ്മൾ അറിയുന്നില്ല ശരിക്കും പറഞ്ഞത്. ഈ വീഡിയോ പുറത്തു വരുമ്പോഴാണ് നിങ്ങളും അതൊന്ന് കണ്ടു നോക്കുന്നത്. നമ്മൾ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അന്ന് കമ്പനിയിലെത്തിയ സിഗ്നേച്ചർ വർക്ക് ചെയ്യുന്നത് കണ്ണൂർ. നല്ല സൂരജ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, ഏച്ചൂരുള്ള. അവൻ എനിക്ക് വീഡിയോ കാണിച്ചത് വെച്ചാൽ അവൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടതാ പോലും സ്റ്റാറ്റസ് ആയിട്ട്. ഇനി വൈറലായെന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചിരുന്നതാണ്. ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും നിങ്ങളെ. അതെ അതെ അതെ. സാധാരണ ഈ പരിസരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മൾ ഈ സജീവമായിട്ടുള്ള കൂട്ടായ്മയോട് കൂടി ഈ കലവറയിൽ പക്ഷേ ഈ ഗാനമേള പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്യാമറക്കാർ വന്നിട്ട് നമ്മളെ ക്യാമറ ചെയ്യുന്നൊന്നും നമ്മളറിയുന്നില്ല. നമ്മൾ ആ സംഗീതത്തോടു കൂടി ഇങ്ങനെ ഡാൻസ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സന്തോഷിച്ചു. നിങ്ങളുടെ സന്തോഷവും എനർജിയും കണ്ടിട്ട് ആളുകൾക്കും ഭയങ്കര അതെ അതെ അതെ, വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഇപ്പോഴും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, ഇപ്പം പഴയ ആ ഒരു വിവാഹ വീടിന്റെ ആഘോഷങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ എന്ന് സംശയം. അതെ അതെ, ഇല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അത് നമ്മുടെ ഒരു നാട്ടിലൊരു രീതി ശൈലി ആയതുകൊണ്ടാണ്. അതെ, നമ്മളെ മുമ്പേ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ട്. പക്ഷെങ്കിൽ ഇതിപ്പം വൈറലാണെന്ന് നമ്മൾ ആദ്യമായിട്ട്. ഞാൻ വെറുതെ ഒരു തുടക്കിട്ടതാണ്. അപ്പൊ ഇതിങ്ങനെ സംഭവിക്കുന്നു. ഞാൻ ചന്ദ്രാട്ടനോട് ചെറിയ തുടക്കിട്ടാന്ന്. തുടക്കിട്ടപ്പോൾ ഇത് കാണുന്നില്ല, വീഡിയോ എടുക്കുന്നത് കാണുന്നില്ല. പിന്നെ ഇവൻ വന്ന് എൻ്റെ കൂടെ വന്ന് പിന്നെ അതിങ്ങനെ ഒരു രസമായി. എന്നൊരു സത്യം പറഞ്ഞാൽ നമ്മൾ ജോലി നടക്കുന്നുണ്ട്, പിന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പിന്നെ എല്ലാവരും എന്റർടൈൻമെന്റ് ചെയ്യുന്നു. ബക്കറ്റ് അത് വേസ്റ്റ്, ഭക്ഷണം കഴിച്ച് ഇതില്ല, വേസ്റ്റ് ഇല്ല, എല്ലാം ചുറ്റിയിട്ട് ആ വേസ്റ്റിൽ ബക്കറ്റിലിട്ട് വെക്കുന്നത്. വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആവുന്ന ആര് വിചാരിച്ചത്? കൂടത്തിലങ്ങ് ചേർന്നു. ഒരാൾക്ക് സാധനം വേണ്ടത് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാൻ സന്തോഷമുണ്ട്. തോന്നി നമ്മുടെ നാടിന്റെ പേരും കൂടെ. ഇപ്പോൾ ഇത് അറിയാത്ത ഈ ഏരിയ, ഇത് എവിടെയാണ് സ്ഥലം എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. പള്ളിപ്പുറം. ഇവരുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ അങ്ങ് പങ്കാളി. ഒരു കൊച്ചു വീഡിയോ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കും വിധം അസാധ്യമായ സന്തോഷവും സൗഹൃദവും പോസിറ്റീവ് എനർജിയുമാണ് ഇവർ പ്രസരിപ്പിച്ചത്.